അങ്ങനെ ISLന്റെ ആദ്യ സെമിഫൈനലിൽ ബംഗളൂരു FC 2-0 എന്ന് പറയുന്ന ഒരു സ്കോറിൽ FC ഗോവയ്ക്കെതിരെ ശക്തരായ FC ഗോവയ്ക്കെതിരെ ഒരു വിജയം സ്വന്തമാക്കുന്നു. ബംഗളൂരു FCയെ പറ്റി പറയുമ്പോൾ ഈ ഒരു 2-0 വിജയം ഗോവയ്ക്കെതിരെ സ്വന്തമാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയേണ്ടത് അവരുടെ ഒരു മെന്റാലിറ്റിയാണ്. അവരുടെ ഒരു ടീം കളിക്കുന്നത് ആദ്യത്തെ പ്ലേ ഓഫ് മത്സരത്തിൽ മുംബൈ സിറ്റി FCക്കെതിരെ എങ്ങനെയാണോ കളിച്ചത് അതേ ഒരു മെന്റാലിറ്റി കീപ്പ് ചെയ്ത് നമുക്ക് ആദ്യത്തെ ഒരു ലീഗ് സ്റ്റേജ് മാച്ചസ് ബംഗളൂരു FC കാണിച്ചിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് തിരിച്ചു വന്ന ഒരു തരത്തിലാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഒരു പ്ലെയറോ അല്ലെങ്കിൽ ഇന്ന പ്ലെയേഴ്സോ എന്ന് പറയാണ്ട് അവരുടെ ടീം മൊത്തത്തിൽ ആ ഒരു മെന്റാലിറ്റി കീപ്പ് ചെയ്ത് കളിക്കുന്നു എന്നുള്ളതാണ്. ഇത് അവർക്ക് മുന്നോട്ടും കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ തന്നെയായിട്ട് മാറും ഫേവറേറ്റ്സ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാണെങ്കിലും മുംബൈ സിറ്റി FCക്കെതിരെ നേടിയതുപോലെ ഒരു 2-0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിജയം തന്നെയാണ് ഈ ഒരു ഗോവയ്ക്കെതിരെ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഗോവയ്ക്ക് അറ്റാക്കിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മത്സരമായിട്ട് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം ആദ്യത്തെ പകുതിയിൽ അവർക്ക് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഒതുക്കാൻ സാധിച്ചിട്ടില്ല. കളിയിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെപ്പാട് ഒരേ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. ബംഗളൂരു FC ആണെങ്കിൽ കിട്ടിയ 2 അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു. അതിലൊന്ന് ഓൺ ഗോളാണ്. കാരണം അത് അല്ലെങ്കിൽ ഓൺ ഗോൾ, അപ്പം ജിങ്കൻ്റെ തലയിൽ അത് തട്ടിയില്ലായിരുന്നെങ്കിൽ, അത് എഡ്ജ് കൊടുത്തിട്ടുള്ള ഒരു ക്രോസാണ്, അത് തട്ടിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് റയാൻ വില്യംസ് ഗോളാക്കി മാറ്റിയേനെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള അവസരം, ഇപ്പം നമ്യാൽ ബൂട്ടിയ കൊടുത്തിട്ടുള്ള ഒരു പാസ്, അത് കിടിലനായിട്ടുള്ളൊരു റൈറ്റ് പ്ലേസിൽ അവിടെ ഉണ്ടായിരുന്നു എഡ്ഗർ മെൻഡസ് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഈ മത്സരത്തിൽ ഇപ്പം എഡ്ഗർ ആണെങ്കിലും നമ്യാൽ ആണെങ്കിലും റയാൻ വില്യംസ് ആണെങ്കിലും ഇവരുടെ പെർഫോമൻസ് ആണ് എടുത്ത് പറയേണ്ടത്. അതിനോടൊപ്പം തന്നെ ഡിഫെൻസീവ്ലി ബംഗളൂരു FC അതൊരു ഇന്ത്യൻ ഡിഫൻസ് വെച്ചിട്ട് കളിച്ചെന്നുള്ള കാര്യം ആലോചിക്കണം. അങ്ങനെ ബാക്ക് ടു ബാക്ക് അറ്റാക്ക് നടത്താതെ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നത്, അതിൽ എസ്പെഷ്യലി ചില കൗണ്ടർ സിറ്റുവേഷൻസ് ആണ് അവർ ഡേഞ്ചർ ആക്കി മാറ്റുന്നത്. വിങ്സിലൂടെയുള്ള അറ്റാക്സ് ആയിരിക്കും കൂടുതലും BFCയുടെ ഒരു പാറ്റേൺ ആയിട്ട് നമ്മൾ ഈ മത്സരത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളിടത്താണ് അവർക്ക് ഈ പറഞ്ഞ ഒരു 2-0 എന്ന് പറയുന്നൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചത്. FC ഗോവ ആ ഒരു 2 ഗോള് വന്നതിന് ശേഷം പിന്നെ അവരുടെ മെൻറ്റാലിറ്റി പ്ലേയേഴ്സിൻ്റെ ആണെങ്കിലും കോച്ചിൻ്റെ ആണെങ്കിലും ഒക്കെ ഒരു ഡൗൺ ആയിട്ടുള്ള രീതിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാലും ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ടീം തന്നെയാണ്, അതേപോലത്തെ ഒരു ഡെപ്ത് ഉള്ള ടീം തന്നെയാണ് FC ഗോവ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. പിന്നെ ബംഗളൂരു FCയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ക്രൗഡ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്ന് എസ്പെഷ്യലി IPL മാച്ച് ഉണ്ടായിട്ട് കൂടി നല്ല സപ്പോർട്ട് ഒരു നമ്പറിൽ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പം സെക്കൻഡ് ലെഗിൽ ഏത് തരത്തിലുള്ളൊരു അപ്രോച്ച് ആയിരിക്കും മനോലയും ഗോവയും മുന്നോട്ട് വെക്കുന്നത്. ഇനിയിപ്പം 2 മത്സരങ്ങൾ BFC കളിച്ചത് അവരുടെ സ്വന്തം ഗ്രൗണ്ടിലാണ് പ്ലേ ഓഫിൽ. ഇനി ഒരു എവേ മത്സരം കളിക്കാൻ പോവുകയാണ്. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നു? പിന്നെ 3 ഗോൾ അടിക്കണം മനോലയെ സംബന്ധിച്ചിടത്തോളം ഗോവയെ ഫൈനലിലേക്ക് കടക്കണമെങ്കിൽ. ഇപ്പം മനോലയ്ക്കാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ട്രോഫി വിൻ ചെയ്തിട്ട് ISLൽ നിന്ന് പടിയിറങ്ങുക എന്ന് പറയുന്നൊരു സാഹചര്യമൊക്കെയാണ് ഉള്ളത്. അതെങ്ങനെയായി തീരും എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അടുത്ത മത്സരത്തിലേക്ക് ഗോവ എനിക്കൊന്ന് വർക്ക് ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഈ മത്സരത്തിലാണെങ്കിൽ ഒരുപാട് ക്രോസസ് വന്നിട്ടുണ്ട്. അതൊന്നും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ BFCയുടെ ഡിഫെൻസീവ്ലി അവരുടെ പ്ലേയേഴ്സ് നടത്തിയിട്ടുള്ള പെർഫോമൻസസ് തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഈ ഒരു മത്സരത്തെ പറ്റിയിട്ടുള്ളതെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ. ഗണേശൻ സനിയ.